അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീസ് 2020 ഏപ്രിൽ 24 ഷഅബാൻ 30 റമദാൻ്റെ തലേ ദിവസം നടത്തിയ ഒരു ഖുത്ബ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വ്രതാനുഷ്ഠാനം എന്തിന്, റമദാൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള പ്രസ്തുത പ്രഭാഷണത്തിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത്. 2-ാം അധ്യായം 184-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ധാർമ്മികവും ആത്മീയവുമായ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതരാകും വിധം ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. വ്രതാനുഷ്ഠാനം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയാണ് ഈ കർമ്മം അല്ലാഹു തആല മനുഷ്യരാശിക്ക് സമർപ്പിച്ചത്. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഈ മാസത്തിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം നമുക്കെന്താണ്? മാനസിക ശാരീരിക ഇച്ഛകളിൽ നിന്നും ബോധപൂർവമുള്ള ഒഴിഞ്ഞു നിൽക്കലിനെ പ്രാവർത്തികമാക്കി കാണിക്കൽ. മനുഷ്യ ശരീരം പലതും അവനോട് പ്രേരിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ശരീര ഇച്ഛകൾ അവനെ പ്രേരിപ്പിക്കുമ്പോൾ അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് വിശകലനം നടത്തി അവനെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു നടപടിക്രമമാണ് വ്രതാനുഷ്ഠാനം. അല്ലാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരുടെ ആദിമ സൃഷ്ടി മുതൽ തന്നെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിട്ടുണ്ട്. തീർച്ചയായും അല്ലാഹു നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന നമ്മുടെ തലച്ചോറും മനസ്സും ശരീരവുമൊക്കെ
അനന്തമായ അത്ഭുതമുളവാക്കുന്ന സംഗതികളാണ്. ഓരോ മനുഷ്യരിലും അല്ലാഹു തആല തലച്ചോറ്, മനസ്സ്, ശരീരം ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്, തലയിലുണ്ട്, മനസ്സിലുണ്ട്. മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതാ ഈ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന അത്ഭുതാപകമായ ആത്മാവ്. ആത്മാവ് കുടികൊള്ളുന്നത് കൊണ്ടാണ് നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാവിന് എത്ര നല്ല മേന്മയേറിയ മൂല്യമേറിയ ഭക്ഷണം നമ്മൾ നൽകുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ശേഷികളും വിധിന്യായത്തിനുള്ള കഴിവുകളും മൂല്യനിർണ്ണയ വൈദഗ്ധ്യവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിലെ തലച്ചോറും ചിന്താശേഷിയും മനസ്സും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ശരിയാവണ്ണം നടന്നുകൊണ്ടിരിക്കുന്നത് ആത്മാവ് മനുഷ്യ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്. ഇത് ഈ പറഞ്ഞ സവിശേഷമായ ശേഷിയുള്ള ഈ സാധനങ്ങളെ, തലച്ചോറ്, മനസ്സ്, ചിന്ത, സത്യാസത്യ വിവേചന ശക്തി, ഇതൊക്കെ വർദ്ധിതമാകണമെങ്കിൽ നിങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ മൂല്യവത്താക്കി തീർക്കുക, അതിനെ മെച്ചപ്പെടുത്തി അതിനെ ഊർജ്ജസ്വലമാക്കി നിർത്തുക. ചുരുക്കത്തിൽ വ്രതാനുഷ്ഠാനം എന്നത് അള്ളാഹുവിനോടുള്ള നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണമാണ്. അപ്പം അങ്ങനെ ഒരു ആത്മാവിനെ ശരീരത്തിൽ നിർത്തിയിരിക്കുന്നു. അതിനെ ഏറ്റവും പരിപുഷ്ടമാക്കി തീർക്കുന്നതിന്, അതിനെ തേജസ്സുറ്റതാക്കി തീർക്കുന്നതിന്, അത് മേന്മയുള്ളതായി തീർക്കുന്നതിന്, അതിനു വേണ്ടുന്ന ഊർജം പകരുന്നതിന് ആണ് അല്ലാഹു തആല നമുക്ക് വ്രതാനുഷ്ഠാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വ്രതാനുഷ്ഠാനത്തോടനുബന്ധിച്ച് ആഹാര പാനീയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മാനസികവും വൈകാരികവുമായ കഴിവുകളെയും അതുവഴി നമ്മുടെ മനസ്സിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അന്നപാനീയങ്ങൾ. ആഹാരവും പാനീയവും മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ വായു കഴിഞ്ഞാൽ പിന്നീട് അവന് നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ ഘടകം അന്നപാനീയങ്ങളാണ്. ഇത് രണ്ടിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ആത്മാവിൻ്റെ പോഷണം നടത്താൻ എന്താണ് ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രാധാന്യം എന്താണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിലെങ്കിലും നാം കരുതിയിട്ടുണ്ടാകും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം ആഹാരപാനീയങ്ങളാണ് എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതം നിലനിൽക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ മനുഷ്യൻ ഈ കിടന്നപ്പെടുന്ന പാട് മുഴുവൻ അന്നപാനീയങ്ങൾക്ക് വേണ്ടിയാണ്. തിന്നാനും കുടിക്കാനും വേണ്ടിയുള്ള പ്രയത്നം, അത് ലഭ്യമാകുന്നതിന് വേണ്ടി ഏതെല്ലാം രുചികരമായ ഭക്ഷണ സാധനങ്ങളാണ് സമൂഹത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ച് പാകപ്പെടുത്തി രുചിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്, അതൊക്കെ സ്വായത്തമാക്കി കഴിക്കുക എന്നത് വളരെ ആവശ്യമായ ഒരു ഘടകമായി മനുഷ്യൻ മനസ്സിലാക്കുന്നു. അത് നേടിയെടുക്കുന്നതിനായി അവൻ പരിശ്രമം. മറ്റൊന്നും തന്നെ നമ്മുടെ നിലനിൽപ്പിന് ഇത്രമേൽ ആവശ്യമായി വരുന്നില്ല. എന്നിട്ടും സൃഷ്ടാവായ അള്ളാഹു നമ്മോട് 1 മാസം തുടർച്ചയായി നാം ഉണർന്നിരിക്കുന്ന സമയം പ്രഭാതം മുതൽ പ്രദോഷം വരെ സമയത്ത് വ്രതമനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, 1 മാസം നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്ന് അല്ലാഹുവിന് അറിയാവുന്നതല്ലയോ? മനുഷ്യന് നിലനിൽപ്പ് തന്നെ ഇങ്ങനെയല്ലേ? അത് തന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതൊരു വിരോധാഭാസമായ കാര്യമല്ലേ എന്ന് തോന്നിയേക്കാം. സത്യത്തിൽ പുറമേയുള്ള അപഗ്രഥനങ്ങളാണ് നമ്മെ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിക്കുന്നത്. ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ഇങ്ങനെയുള്ള ഈ നിയന്ത്രണം നമുക്ക് വല്ല പ്രയോജനവും ഉണ്ടോ?
നാം അത് ചിന്തിക്കേണ്ടതാണ്. ഒരു ഹസ്രത്ത് ഖലീഫത്തുള്ള 2 പേർ തമ്മിലുള്ള ഒരു സംഭാഷണം, ഒരു കഥ, ഒരു സംഭവകഥ ഇത് സംബന്ധമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ഒരു ഗുരുവും ശിഷ്യനും. ഗുരു അവരുടെ സംഭാഷണത്തിൽ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം തെളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഈ കഥയിലെ സാരാംശം ഇങ്ങനെ പോകുന്നു. ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ സംഭാഷണത്തിൽ ഗുരു ശിഷ്യനോട് ചോദിക്കുന്നു അല്പം പാനീയം, ജലം കുടിക്കാൻ കൊണ്ടുവരാൻ. അപ്പോൾ ഗുരു ചോദിക്കുകയാണ് തൻ്റെ ശിഷ്യനോട് അല്പം വെള്ളം കൊണ്ടുവരൂ. സാധാരണ ഇവിടെ ഗുരുവിന് ശിഷ്യന്മാർ വെള്ളം കൊണ്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അപ്പോഴാണ് ഗുരു ചോദിക്കുന്നത്, ശിഷ്യൻ കൊണ്ട് കൊടുത്തില്ല, ഒരല്പം വെള്ളം വേണോ? അപ്പോൾ ശിഷ്യൻ ചോദിക്കുന്നു, അല്ലയോ ഗുരുശ്രേഷ്ഠ, ഈ പാനീയം അങ്ങയ്ക്ക് നിരസിക്കപ്പെട്ടിരുന്നുവെങ്കിൽ താങ്കൾ എന്തു ചെയ്യുമായിരുന്നു? ഈ വെള്ളം അങ്ങയ്ക്ക് കിട്ടുന്നില്ല, തരുന്നില്ല, ഇല്ല, എങ്ങും കിട്ടാനില്ല, അത് നിങ്ങൾക്കിപ്പം തരുന്നില്ല എങ്കിൽ താങ്കൾ എന്തു ചെയ്യും? അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്കുള്ളതെല്ലാം കൊടുത്ത് ഞാനത് വാങ്ങും. യോഗി പറഞ്ഞു, എന്തെല്ലാം സമ്പത്ത് എൻ്റെ കയ്യിലുണ്ടോ ആ സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ടായാലും ഞാനത് വാങ്ങും. അങ്ങനെ വാങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് പരീക്ഷിച്ചറിയണമെങ്കിൽ നമുക്ക് ദാഹിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാതെ വരണം. അപ്പോൾ വെള്ളം കിട്ടാതെ വന്നാൽ, വെള്ളം കുടിക്കാതെ വന്നാൽ നമ്മൾ മരിക്കും, മരണത്തെ വാസ്തവത്തിലേക്ക് പോകും. അപ്പോഴും നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഒരാളിൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്, 1 ഗ്ലാസ് വെള്ളം അല്ല 1/2 ഗ്ലാസ് വെള്ളം ഇരിപ്പുണ്ട്, പക്ഷേ അയാൾ തരുന്നില്ല. അയാൾ പറയുകയാണ്, എനിക്ക് ഇതിന് നിൻ്റെ കയ്യിലുള്ള സകലതും തരണം, എങ്കിൽ മാത്രമേ ഞാൻ ഈ ജലം നിനക്ക് തരൂ. മറ്റൊരു വഴിയുമില്ല. ജലം കുടിച്ചില്ല എങ്കിൽ ഈ സമ്പത്തുള്ള ആൾ മരണപ്പെടുകയും ചെയ്യും. എന്തു ചെയ്യും? അയാളുടെ സമ്പത്ത് മുഴുവൻ കൊടുത്താണെങ്കിലും ആ ജലം വാങ്ങി പോയി. താങ്കളുടെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ശരീരത്തിൽ നിന്നും വെള്ളത്തെ മാറ്റിവെക്കാൻ താങ്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് ത്യാഗമാണ് താങ്കൾക്ക് ചെയ്യുവാൻ സാധിക്കുക? ഈ വെള്ളം വേണ്ട എന്ന് വയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ പിന്നെ എന്ത് ത്യാഗം ആണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? യോഗി പിന്നെയും ആദ്യത്തെ ഉത്തരം തന്നെ ആവർത്തിച്ചു, ഞാൻ എനിക്കുള്ളതെല്ലാം നൽകും, നൽകിയാലും എനിക്ക് വെള്ളം കിട്ടിയേ പറ്റൂ, മറ്റൊരു വഴിയുമില്ല. അപ്പോൾ ഇത്രയ്ക്ക് പ്രാധാന്യമുള്ള നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ കയ്യിലുള്ള ധനമെല്ലാം കൂട്ടിയെടുത്താലും അതിന് 4-5 കവിൾത്തടം വെള്ളത്തിൻ്റെ വിലയില്ല എങ്കിൽ പിന്നെ നമുക്കൊക്കെ എങ്ങനെ ധനാഢ്യനാണ് എന്ന് ആർത്ത് വിളിച്ച് നടക്കുവാൻ പറ്റും? അപ്പോൾ ഈ ജലത്തിനു വേണ്ടി നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ കൊടുത്താലേ അത് കിട്ടൂ എങ്കിൽ ആ ജലത്തിനു വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മുടെ സമ്പത്ത് മുഴുവൻ ആ ജലത്തിൻ്റെ മുമ്പിൽ, ജലമുള്ള ആളിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മളൊക്കെ വലിയ ധനാഢ്യനാണ്, എനിക്ക് പണമുണ്ട്, സമ്പത്തുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, ജീവിതത്തിൽ സുഖസൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതിൻ്റെ അർത്ഥമില്ലായ്മ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ഈ റമദാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇപ്പോൾ വിശക്കുന്ന, അതുപോലെ ദാഹിക്കുന്ന അനേകായിരങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ നിങ്ങൾ നല്ലതുപോലെ തിന്നും കുടിച്ചും സുഖാനുഭവങ്ങളിൽ മുഴുകിയും കഴിയുന്ന നിങ്ങൾ അള്ളാഹുവിനെ, അവൻ നൽകിയ ഔദാര്യത്തെ, അവൻ നൽകിയ അന്നപാനീയങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുവാൻ, നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള ഒരവസരമാണ്
പരിശുദ്ധമായ റമദാൻ നമുക്ക് നൽകുന്നത്. അത് നമുക്ക് ഭൂമിയിൽ നിന്ന് നമുക്കിപ്പം ധാരാളമായി ജലം ലഭിക്കുന്നു. അത് അവൻ അപ്രകാരം അവിടെ സംഭരിച്ചു നിർത്തിയില്ല എങ്കിൽ, നമുക്കത് ശുദ്ധജലമായി നൽകിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ എത്രമാത്രം കഠോരമാകും. നാം അടുത്ത നിമിഷത്തിൽ മരണവക്തത്തിൽ ആപതിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സംഭവ കഥ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്നിരിക്കലും ഇത് ഭക്ഷണം നമുക്ക് ആവശ്യമാണ് എന്ന സംഗതിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു നീണ്ട സമയത്തേക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു സംഭ്രമം ഉടലെടുക്കുന്നു. ഇത് ഒരു സുരക്ഷാ സംവിധാനം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഈ സുരക്ഷാ സംവിധാനം വിശപ്പ്, ദാഹം, ദേഷ്യം, അലസത തുടങ്ങിയവയിലൂടെ പ്രത്യക്ഷീഭവിക്കുകയും ചെയ്തു. നമുക്ക് നല്ലതുപോലെ ഭക്ഷണം കിട്ടാതിരുന്ന് നോക്കണം, വെള്ളം കിട്ടാതിരുന്ന് ഇരിക്കണം. അപ്പോഴറിയാം നമ്മുടെ സ്വഭാവ രീതികൾക്ക് മാറ്റം വരുന്നത്. ഭാര്യയോട് സ്നേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് പെട്ടെന്ന് നിൻ്റെ അടുത്ത് വെള്ളം കൊണ്ടുവരാനില്ലേ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങും. ആഹാരം കിട്ടാതെ വരികയാണെങ്കിൽ, അതിനൊരല്പം താമസിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനും രീതിക്കും മാറ്റം. ഇതുപോലെ തിരിച്ചും ആഹാരവും വിശപ്പ്, ദാഹം ഇതിന് ശമനം കണ്ടെത്തുന്നതിന് അതിൻ്റെ പ്രാമുഖ്യം എന്താണ് എന്ന് മാനവരാശിയെ ഓർമ്മിപ്പിക്കുവാൻ, അവരെ ഒന്ന് ഉണർത്തുവാൻ, ഞാൻ നൽകിയിരിക്കുന്ന ഈ അന്നപാനീയങ്ങൾ നിങ്ങൾക്കായി നിരാകരിക്കപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം ദുസ്സഹമായി തീരും. അതിന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഞാനൊരു ക്ലിപ്ത സമയം നിങ്ങൾക്ക് അനുവദിച്ചു തന്നു. നിങ്ങൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ സർഗശക്തികളൊക്കെ ശരിക്കും പ്രവർത്തിക്കണമെങ്കിൽ, നിങ്ങളുടെ ആത്മാവിനെ തേജോമയമാക്കി തീർക്കുന്നതിനായി നിങ്ങൾ വ്രതാനുഷ്ഠാനത്തിലേർപ്പെട്ട് കഴിയുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ആവശ്യകതാബോധം നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ നമുക്ക് അന്നപാനീയത്തിൻ്റെ വില മനസ്സിലാവും. ആ അന്നപാനീയങ്ങൾ നമുക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും അനിവാര്യമാണ് എന്ന വസ്തുത നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനുഷ്യരെന്നോ ജന്തുക്കളെന്നോ പക്ഷികളെന്നോ മറ്റിതര ജീവികളെന്നോ വ്യത്യാസമില്ലാതെ അവയ്ക്കെല്ലാം അന്നപാനീയങ്ങൾ ആവശ്യമാണ്. അത് പകർന്നു നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മൾ ഏർപ്പെടും. അങ്ങനെ നമ്മുടെ ആത്മാവ് തേജോമയമാകും. അങ്ങനെ നമ്മൾ നന്മയിലൂടെ മുന്നേറാനുള്ള അവസരമുണ്ടാകും. അതാണ് ഈ വിശുദ്ധമായ റമദാൻ മാനവകുലത്തിന് സമ്മാനിക്കുന്ന സമ്മാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസം മാനവന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ നിധി സംഭരണ കേന്ദ്രമാണ്. ആ മാസത്തിൽ ആവോളം നിങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഓരോ നന്മയ്ക്കും 10 മുതൽ 700 ഇരട്ടി വരെ നന്മ അല്ലാഹു തആല പ്രതിഫലമായി നൽകുന്നതാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിരിക്കുന്നു. ഈ മാസത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. പിന്നെ റമദാനിലെ വ്രതാനുഷ്ഠാനം അത് അള്ളാഹുവിനും അവനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അനന്തമായ പ്രതിഫലങ്ങൾ അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം ഈ പറയുന്ന ഏറ്റവും അനിവാര്യമായ അവൻ്റെ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവൻ്റെ വൈകാരികമായ എല്ലാ ആസക്തികളെയും മാറ്റി നിർത്തി അതിനുള്ള എല്ലാ അവസരങ്ങളും ഭൂമിയിൽ ഉണ്ടായിട്ടും അന്നപാനീയങ്ങളും ലൈംഗിക വീഴ്ചകളും എല്ലാം അവസാനിപ്പിച്ച് അവൻ്റെ തൃപ്തി മാത്രം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അത് നിശ്ചയിക്കപ്പെട്ട ഒരു നിശ്ചിത സമയം മാത്രം 12-14 മണിക്കൂർ മാത്രം. ആ സമയങ്ങൾ നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് അവൻ്റെ കലാമിനെ കൂടുതൽ ആവർത്തിച്ച് വായിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ വാക്കോ പ്രവൃത്തിയോ ഒരു മനുഷ്യർക്കും യാതൊരു രീതിയിലുള്ള പ്രയാസത്തിനും ഇടവരുത്തരുതേ, അതിനനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നൽകാവൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട മാസം തന്നെയാണ്. നമ്മുടെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും
ആർക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരുത്താതിരിക്കുവാൻ ശ്രമിക്കുക. അത് ഭർത്താവ് ഭാര്യയോടായാലും ശരി, ഭാര്യ ഭർത്താവിനോടായാലും ശരി, ഭർത്താവും ഭാര്യയും ചേരുന്ന സമൂഹത്തിൽ ഉള്ള മാതാപിതാക്കളോടായാലും സഹോദരി സഹോദരന്മാരായാലും ബന്ധുക്കളോടായാലും കൂട്ടുകാരോടായാലും ആത്മീയ ബന്ധത്തിൽപ്പെട്ടവരോടായാലും ശരി, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യാതൊരു രീതിയിലുള്ള പ്രയാസവും വേദനയും ഉണ്ടാക്കുവാൻ ഇടവരുത്താത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അപ്രകാരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കണമേ എന്നുള്ള ഒരു ഇസ്തിഗ്ഫാറിൻ്റെ പാത സ്വീകരിക്കുന്നതിന്, അങ്ങനെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് മുക്തി നേടുന്നതിനുമുള്ള ഒരവസരവും ദിവസങ്ങളുമാണ് നമ്മുടെ മുമ്പിൽ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസം മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് മാപ്പാക്കണമെന്ന് പറഞ്ഞ് മാപ്പ് തേടേണ്ട മാസം കൂടിയാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസം. നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും കൂടുതൽ സൗഹൃദങ്ങൾ പങ്കിടുവാനും ഏറ്റവും ഉത്തമമായ നിലയിൽ വർത്തിക്കുവാനും അങ്ങനെ ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളായി തീരുവാനും അവൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ച പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വർഷത്തെ 4-ാമത്തെ റമദാൻ ദിനമാണ് ഇന്ന് ഈ നൽകിയ കാര്യങ്ങൾ വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ലൈംഗികതയുടെയും കാര്യങ്ങൾ നമ്മൾ അള്ളാഹു അവൻ അനുഗ്രഹിച്ച് നൽകിയതാണ്. ആ അനുഗ്രഹത്തിൻ്റെ മൂല്യം നമ്മൾ അറിയുന്നതിന് വേണ്ടി അവൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകുക. അതിനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹി അഹ്സനൽ ജസാ. റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.